2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിരാശ മാത്രം നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സൂപ്പർ കപ്പിനായുള്ള മുന്നൊരുക്കത്തിലാണ്. ഈ മാസം 20-ാം തീയതി ഈസ്റ്റ് ബംഗാളിനെതിരെയായിരിക്കും സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. ISL-ലെ നിരാശ സൂപ്പർ കപ്പിൽ മറികടക്കാം എന്ന പ്രതീക്ഷയിലാണ് മഞ്ഞപ്പടയുള്ളത്. നിലവിൽ ടീമിന്റെ പരിശീലനം കൊച്ചിയിൽ തകൃതിയായി നടക്കുകയാണ്. പുതിയ പരിശീലകനായി ചുമതലയേറ്റ ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനിറങ്ങുന്നത്. ISL സീസൺ അവസാനിച്ചതിന് ശേഷമായിരുന്നു കറ്റാലയെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ 2025-26 സീസൺ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട്. നിലവിൽ ചെന്നൈയിൻ FC-യുടെ താരമായ വിദേശ മിഡ്ഫീൽഡർ കൊണർ ഷീൽഡ്സിനെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് പദ്ധതികളുണ്ട് എന്നാണ് റിപ്പോർട്ട്. സ്കോട്ടിഷ് മധ്യനിര താരമായ ഷീൽഡ്സിന് ബ്ലാസ്റ്റേഴ്സ് ഓഫർ നൽകിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ വിദേശ താരത്തെ സ്വന്തമാക്കുക ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമാകില്ല. ബ്ലാസ്റ്റേഴ്സിന് പുറമെ ISL ക്ലബ്ബുകളായ ഈസ്റ്റ് ബംഗാൾ, ബംഗളൂരു FC എന്നിവരും ഷീൽഡ്സിനായി രംഗത്തുണ്ട്. 2023-ലാണ് ഈ യുവ മിഡ്ഫീൽഡർ ISL-ലേക്ക് എത്തുന്നത്. ആദ്യ സീസണിൽ ചെന്നൈയിൻ FC-ക്കായി 27 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 5 ഗോളുകൾ നേടുകയും 2 ഗോളുകൾക്ക് അസിസ്റ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. 2024-25 സീസണിൽ 21 കളികളിലാണ് താരം ചെന്നൈയിൻ FC-ക്കായി ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ 1 ഗോളും 8 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഈ സീസണിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ വരും എന്ന സൂചനകളുമുണ്ട്. വിദേശ താരങ്ങളിൽ ചിലർ ടീം വിടുമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ അഡ്രിയാൻ ലൂണ, ജെസ്യൂസ് ജിമിനസ്, നോഹ സദയി, ക്വാമെ പെപ്ര, മിലോസ് ഡ്രിൻസിച്ച്, ദുസാൻ ലെഗാറ്റോർ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾ. 2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 8-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തത്. 24 മത്സരങ്ങളിൽ ആകെ 8 എണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാനായത്. 5 കളികളിൽ സമനില വഴങ്ങിയ ബ്ലാസ്റ്റേഴ്സ് 11 മത്സരങ്ങളിൽ തോറ്റു. സീസണിന്റെ തുടക്കം മുതൽ തന്നെ സ്ഥിരതയില്ലാത്ത പ്രകടനവുമായിരുന്നു മഞ്ഞപ്പടയുടേത്. ടീമിന്റെ കളി മോശമായ സാഹചര്യത്തിൽ സീസൺ ഇടയ്ക്ക് വെച്ച് പരിശീലകൻ മിഖായൽ സ്റ്റാറിയെ പുറത്താക്കാനും ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിരുന്നു. ഈ സീസണ് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത സ്റ്റാറെ 1 വർഷം പോലും മഞ്ഞപ്പടയ്ക്കൊപ്പം തികച്ചില്ല. സ്റ്റാറയെ പുറത്താക്കിയെങ്കിലും പകരം ഒരു വിദേശ പരിശീലകനെ കൊണ്ടുവരാൻ തയ്യാറാകാതിരുന്ന മഞ്ഞപ്പട സഹപരിശീലകനായ TG പുരുഷോത്തമന് കീഴിൽ ISL സീസൺ പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നീടാണ് കറ്റാല എത്തുന്നത്. എന്തായാലും സൂപ്പർ കപ്പിനായുള്ള മുന്നൊരുക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കിരീട നേട്ടത്തിൽ കുറഞ്ഞതൊന്നും മഞ്ഞപ്പട സൂപ്പർ കപ്പിൽ ലക്ഷ്യം വെക്കുന്നില്ല. ഗൗരവത്തോടെ തന്നെ സൂപ്പർ കപ്പിനെ നോക്കിക്കാണുന്ന മഞ്ഞപ്പട സാധ്യമായ ഏറ്റവും മികച്ച ടീമിനെ തന്നെ സൂപ്പർ കപ്പിന് അണിനിരത്തും എന്നാണ് സൂചന. അഡ്രിയാൻ ലൂണ, ജെസ്യൂസ് ജിമിനസ് എന്നിവരെല്ലാം സൂപ്പർ കപ്പിൽ കളിക്കാനുണ്ടാകും. ഏപ്രിൽ 20-ന് നടക്കാനിരിക്കുന്ന സൂപ്പർ കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ISL ടീമായ ഈസ്റ്റ് ബംഗാൾ FC ആണ് മഞ്ഞപ്പടയുടെ എതിരാളികൾ എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ടൂർണമെന്റിനായുള്ള സ്ക്വാഡിനെ ഈ മാസം പകുതിയോടെ മഞ്ഞപ്പട പ്രഖ്യാപിക്കും എന്നാണ് സൂചന. അതുപോലെ തന്നെ മറ്റൊരു മാറ്റത്തിനായുള്ള സാധ്യത കൂടി മഞ്ഞപ്പട മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് ടീമിന്റെ ഹോം ഗ്രൗണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങളിൽ ഗ്യാലറി മഞ്ഞക്കടലാകുന്നത് വർഷങ്ങളായുള്ള കാഴ്ചയുമാണ്. കൊച്ചിക്ക് പുറമെ കോഴിക്കോട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള പദ്ധതികളിലാണ് ക്ലബ് അധികൃതർ എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ഡേവിഡ് കറ്റാല നടത്തിയ ആദ്യ പത്രസമ്മേളനത്തിനിടെ സംസാരിച്ച ടീമിന്റെ CEO അഭിക് ചാറ്റർജിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കോഴിക്കോടും നടത്താനുള്ള സാധ്യതകളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം സംഘടിപ്പിക്കുന്നതിന്റെ സാധ്യത വിലയിരുത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ അഭിക് ചാറ്റർജി അവിടെയുള്ള ആരാധകരുമായി കൂടുതൽ അടുക്കാൻ ഇത് സഹായിക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് കളി നടത്തുന്ന കാര്യത്തിൽ ലീഗ് അധികൃതരുമായി തങ്ങൾ സംസാരിച്ചെന്നും അവർക്കും ഈ ആശയത്തോട് തുറന്ന മനസ്സാണെന്നും അഭിക് ചാറ്റർജി അറിയിച്ചിരുന്നു. പൂർണ്ണമായും കോഴിക്കോട്ടേക്ക് മാറാനല്ല ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ചില മത്സരങ്ങൾ അവിടെ നടത്താനാണ് പദ്ധതിയെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നും അദ്ദേഹം ഇതിനോടൊപ്പം വ്യക്തമാക്കിയിട്ടുണ്ട്.